ഹലോ, ഇന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലോങ് വീഡിയോ ഒന്നല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. ഇതാ രാവിലെ എണീച്ച വഴി തന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് അതാ വന്നപ്പോഴേക്ക് അമ്മ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നേരത്തെ ജോലിക്ക് പോകണം. അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ പോയാൽ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എണീക്കാറ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ അമ്മ രാവിലത്തെ ചായയും കടി അതേപോലെ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ വെച്ച് വെച്ചിട്ടാണ് കേട്ടോ പോവാറ്. അങ്ങനെ ഞാനും അമ്മേനെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇതാ അരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാന്നല്ലേ, നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കണ ആ ഇഡ്ഡലി പൊടിക്കാണ്. അപ്പോൾ ആ ഇഡ്ഡലിപ്പൊടി എൻ്റെ വകയാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു ഗ്യാസ് അടുപ്പിൽ ഇഡ്ഡലി തട്ട്, ഒരു ഗ്യാസ് അടുപ്പിൽ ഇതാ ചായ ആയും കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ അച്ഛൻ തേങ്ങയൊക്കെ ചിരകി തന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഇഡ്ഡലിക്കുള്ള ചട്നിക്കാണ്. പിന്നെ ഇതാ കുഞ്ഞുമക്കളൊക്കെ രാവിലെ എണീച്ച വഴി ഒന്നല്ലെങ്കിൽ ഫോണ് ഒന്നല്ലെങ്കിൽ ടി വി, ഇതിലേതെങ്കിലും അവരുടെ കയ്യിലുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 4 ഇഡ്ഡലിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞാൻ ഇഡ്ഡലിയൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അതിന് ശേഷം ഇതാ നമ്മുടെ അമ്പാടിക്കുട്ടീനെ കുളി കഴിഞ്ഞിട്ട് വയമ്പും ചന്ദനമൊക്കെ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. അങ്ങനെ ഞാൻ മടിയിലിരുന്ന് അങ്ങനെ ആട്ടി ആട്ടി അവനെ ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയപ്പോഴേക്കും ഒരാഗ്രഹം, അവനൊരു പുരുകൊക്കെ എഴുതി കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വലുതായില്ല. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ചെറിയ കുട്ടികളെയൊക്കെ എഴുതി കൊടുക്കാനും പിരുക എഴുതി കൊടുക്കാനും പൊതുവെ എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അമ്പാടിക്കുട്ടറെ കൺമഷിയൊക്കെ എടുത്തിട്ട് വന്നു, പൗഡറൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതാ അവനെ സുന്ദര കുട്ടപ്പനാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ച് ഒരു 3-4 മണിക്കൂർ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അങ്ങനെ ഇതാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയാണ്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഉണ്ണിയപ്പവും ചായയൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇതാ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മുടെ ആദിക്ക് അംഗനവാടിയിലേക്കുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇതാ പച്ചക്കറി കൊണ്ടുള്ള ഐറ്റംസുകളൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ വേണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ അനിയത്തി. അങ്ങനെ ഇതാ വെണ്ടയ്ക്ക കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കുടയിട്ട് ഉപയോഗിക്കാനാണ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ട് അവൻ്റെ ചെവിയിൽ തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഞങ്ങൾ ഓണത്തിൻ്റെ വെക്കേഷൻ ദിവസത്തെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഒരാഴ്ചത്തെ വെക്കേഷൻ ട്രിപ്പ് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതാ തിരിച്ച് പോരുകയാണ്. അപ്പോൾ എല്ലാവരും പുറപ്പെട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയും കൂടിയാണ് ഫസ്റ്റ് പോണത്. അതിന് ശേഷം പിന്നെ ഇതാ ചെറിയ അനിയത്തി പോകും. അപ്പോൾ അവൾക്കുള്ള വണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ ആദിക്കുട്ടി മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോണത്. അപ്പം ഞാൻ എടുത്തു കൊടുത്തതാണ് ആ ഒരു ഷർട്ട് ആ മുണ്ടൊക്കെ. അപ്പോൾ ആ ഒരു ഷർട്ടും മുണ്ടും നമ്മുടെ ആദിക്കുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിറങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ. പിന്നെ ഇതാ എൻ്റെ മുഖത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴുള്ള സന്തോഷമൊന്നും ഇല്ലല്ലോ അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ എന്നാ വരിക എന്നൊന്നും അറിയില്ല. സ്കൂളൊക്കെ തുറന്നാൽ പിന്നെ തീരെ വരാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അമ്മയോടും അച്ഛനോടും അനിയത്തിയോടും ഒക്കെ യാത്ര പറഞ്ഞ് പിന്നെ നമ്മുടെ സ്വന്തം വീടിനോടും യാത്ര പറഞ്ഞ് ഇതാ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയിൽ ഇതാ തുമ്പി റിച്ചും കൂടി കയറിയിട്ടുണ്ട്. അപ്പം 4 ആൾക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അനിയത്ര വണ്ടിയിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ അടിച്ച് പൊളിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോരുമ്പോൾ അമ്മയ്ക്ക് സങ്കടമായിട്ട് ഇതാ അമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.